നമസ്കാരം. കേന്ദ്രത്തിലെ കോൺഗ്രസിൻ്റെ മുൻ സർക്കാരുകളെ പരിഹസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഗുജറാത്തിലെ സബർകാന്ത ജില്ലയിലെ ഹിമത് നഗർ നഗരത്തിൽ നടത്തിയ റാലിയിൽ പങ്കെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി കോൺഗ്രസിൻ്റെ മുൻ സർക്കാരുകളെയൊക്കെ പരിഹസിച്ചിരിക്കുന്നത്. 10 വർഷം മുമ്പ് രാജ്യം തീവ്രവാദം മൂലം കഷ്ടപ്പെടുകയായിരുന്നു. എന്നിരുന്നാലും തീവ്രവാദത്തിൻ്റെ ഉത്ഭവം അറിയാമായിരുന്നിട്ടും കോൺഗ്രസിന് പാകിസ്ഥാനിലേക്ക് ഒരു രേഖ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യ തീവ്രവാദത്തിൻ്റെ യജമാനന്മാർക്ക് രേഖ അയക്കുന്നില്ല, മറിച്ച് അവർക്ക് ഒരു ഡോസ് നൽകുകയും അവരുടെ തട്ടക്കത്തിൽ അവരെ കൊല്ലുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളായിരുന്നു ഞങ്ങളുടെ മുസ്ലിം സഹോദരിമാർ. സുപ്രീം കോടതി വിധി വന്നിട്ട് മുസ്ലിം സഹോദരിമാർക്ക്, അതായത് ഈ കോൺഗ്രസ്, ഒരു സുരക്ഷയും നൽകുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. മുത്തലാഖ് നിർത്തലാക്കിയത് സ്ത്രീകൾക്ക് മാത്രമല്ല കുടുംബങ്ങൾക്കും സുരക്ഷിതത്വം നൽകി എന്നുള്ളതാണ്. വോട്ട് ബാങ്കിന് വേണ്ടി കോൺഗ്രസ് മുത്തലാഖ് സമ്പ്രദായം നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ മുത്തലാഖ് നിർത്താമായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. തീവ്രവാദികളെക്കുറിച്ചുള്ള കൂടുതൽ രേഖകൾ ഇല്ല. പുതിയ ഇന്ത്യ അവരുടെ തട്ടക്കത്തിൽ ചെന്ന് കൊല്ലുന്ന ഒരു രീതി തുടർന്നിരിക്കുന്നു. പുതിയ ഇന്ത്യ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളെന്ന് പറയപ്പെടുന്ന ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളാണ്. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. 1947 മുതൽ 2014 വരെ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഒരു സിസ്റ്റത്തിനെയും തെറ്റാണ് എന്ന് പറയണ്ട. കാരണം 47 ഈ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആത്മാവ് കണ്ടെത്തിക്കൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവുമായിരുന്നു കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രി എത്രയൊക്കെ വലിച്ചു കീറി ഒട്ടിക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. കോൺഗ്രസ് സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിൻ്റെ ആത്മാവ് ഉണ്ടാക്കിയെടുത്തത് എന്ന് പറയേണ്ടി വരും. പഞ്ചവത്സര പദ്ധതികളടക്കം, ഭക്രാനങ്കൽ നദീജല പദ്ധതികളടക്കം, അങ്ങനെ വികസന പദ്ധതികൾ കൊണ്ടുവന്ന് 70 വർഷക്കാലത്തിലധികം ഈ രാജ്യം, ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന കോൺഗ്രസ് ഇതര പാർട്ടികൾ വികസന നയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഒരു മഹാരാജ്യമാക്കിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ കോൺഗ്രസ് സർക്കാരുകൾ ചെയ്തു തീർത്ത ചില നടപടികൾ, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന പോലെ തെറ്റായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. വേണമെങ്കിൽ മുത്തലാഖൊക്കെ മുൻപേ തന്നെ നടപ്പിലാക്കാമായിരുന്നു. നമ്മുടെ മുസ്ലിം സഹോദരിമാർക്ക് അതൊരു ഗുണം ചെയ്യുമായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ട് ചെയ്തില്ല? ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി കോൺഗ്രസ് സർക്കാരുകൾ അത്തരത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി അത് ചെയ്തില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. വേണമെങ്കിൽ അതിലൊരു ശരി കണ്ടെത്താം. മുത്തലാഖ് നടപ്പിലാക്കേണ്ടതായിരുന്നു, അത് കോൺഗ്രസിന് ചെയ്യുകയും ചെയ്യാമായിരുന്നു. ന്യൂനപക്ഷ പ്രീണനമെന്നോ സ്നേഹമെന്നോ എന്ന് പറഞ്ഞ് അത് മാറ്റിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ്. തീവ്രവാദം, ഇന്ന് തീവ്രവാദികൾ എവിടെ വന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കൂ. 2014 ശേഷം അല്ലെങ്കിൽ 2019 ശേഷം ഇന്ത്യ മഹാരാജ്യത്തിൽ അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ടോ? തീവ്രവാദം എന്ന് പറയപ്പെടുന്ന കേൾക്കാനുണ്ടോ? അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള സംഭവമല്ലേ? കാരണം തീവ്രവാദത്തെ അടിച്ചമർത്താൻ കഴിയുക എന്ന് പറയപ്പെടുന്നത് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമാകുന്ന ഘടകമാണ് എന്ന് പറയേണ്ടി വരും. പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ത്യയിൽ കയറി അങ്ങനെ തീവ്രവാദം നടത്താൻ കഴിയില്ല. തീവ്രവാദം നടത്തുന്നവൻ്റെ വീട്ടിൽ കയറി കൊല്ലുമെന്ന് പറയപ്പെടുന്നവർ, അത് നാടെവിടെയാണെങ്കിലും രാജ്യം എവിടെയാണെങ്കിലും ആ രാജ്യത്ത് പോയി കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ തീവ്രവാദം നടത്തുന്നവൻ ആരാണെങ്കിലും അവനെ അവൻ്റെ ഇടത്ത് പോയി കൊല്ലുവാൻ കരുത്തുള്ള ഒരു പ്രസ്ഥാനമായി ഇന്ത്യ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള ആ ആക്രമണങ്ങളൊന്നും, അതായത് ഈ തീവ്രവാദ ആക്രമണങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല. ഇതിനെല്ലാം കാരണം കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണമാണ് എന്ന് തന്നെയാണ് നരേന്ദ്രമോദി പറയുന്നത്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേന്ദ്രത്തിലെ പഴയ കോൺഗ്രസ് സർക്കാരുകൾക്കെതിരെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അതിനകത്തെ ശരികൾ തെറ്റുകൾ ഇതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര സർക്കാരുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ക്യാൻവാസിനുള്ളിൽ നിന്നുകൊണ്ടാണ് 2014 മുതൽ നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന കരുത്തനായ പ്രധാനമന്ത്രി ചിത്രം വരയ്ക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തെ രൂപീകരിച്ചെടുക്കുന്നതിൽ നിർണായക ശക്തികളും പങ്കും വഹിച്ചിട്ടുള്ളതാണ് കോൺഗ്രസും കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകളും. പക്ഷേ അവരുണ്ടാക്കിയെടുത്ത അന്യായങ്ങളും അഴിമതികളും അത് തുറന്നു പറയാതിരിക്കുവാനും കഴിയില്ല. അത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെ മുൻ സർക്കാരുകൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ചെയ്തികൾ വിളിച്ചു പറയുകയാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നരേന്ദ്രമോദി.
തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാത്ത, തീവ്രവാദികളെ വെടിവെച്ചു കൊല്ലുക തന്നെ ചെയ്യുന്ന, തീവ്രവാദത്തെ അമർച്ച ചെയ്യുവാൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ശക്തനായ ഭരണാധികാരി തന്നെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നതിൽ ഒരു തരത്തിലും നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് തീർച്ചയാണ് 100% ശരിയായിട്ടുള്ള സംഭവമാണ്. നരേന്ദ്രമോദിയെപ്പോലൊരു പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് പോലെ തീവ്രവാദികളെ കൊല്ലുക എന്നുള്ളത് വളരെ നിശ്ചിതമായിട്ട് കൃത്യമായിട്ട് എടുത്തിട്ടുള്ള അവരുടെ ഒരു സങ്കല്പം തന്നെയാണ്. ഒരിക്കലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കില്ല, തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കില്ല, തീവ്രവാദികളെ അമർച്ച ചെയ്യുക തന്നെ ചെയ്യും. രാജ്യത്തെ സുരക്ഷിതമാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ വാക്കുകളെ 2014 മുതൽ ഇങ്ങോട്ട് ജനങ്ങൾ സ്വീകരിക്കുകയാണ്. 2019 മുതലുള്ള കാലഘട്ടങ്ങളിൽ തീവ്രവാദത്തെ എത്രയും കൃത്യമായി അടിച്ചമർത്തുവാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ശ്ലാഘനീയമാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ തീവ്രവാദികൾ എന്താണോ ചെയ്യുന്നത്, ആ തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുള്ള എന്ത് നടപടികൾക്കെതിരെയും ആ തീവ്രവാദികളെ കൊല്ലുക എന്നുള്ളത്, അവരുടെ ഏത് നാട്ടിൽ ഒളിവിലിരുന്നാലും അവിടെ പോയി കൊല്ലുക എന്നുള്ളത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന കരുത്തിറ്റ ഇന്ത്യ ആയതുകൊണ്ട് അതിപ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്നു എന്നാണ്. ഏത് രാജ്യത്ത് അഭയം പ്രാപിച്ചാലും അവിടെ ചെന്ന് കൊല്ലുവാനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഭാരതീയനാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അഭിമാനിക്കുകയും ചെയ്യാം. കാരണം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാത്ത, തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാത്ത കരുത്തനായ ഒരു ഭരണാധികാരി ഇന്ത്യക്കുണ്ട് എന്ന് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം. അത് നരേന്ദ്രമോദിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല.